അവിശുദ്ധന്മാരായ മെത്രാന്മാരെ സത്യവിശ്വാസികളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് പീഡിപ്പിക്കാനും പരിഹസിക്കാനും അവഗണിക്കാനും മർദ്ദിക്കാനും മടിക്കാത്തവരെ മർദ്ദകർ നിമിത്തം ജനം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്ക് വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സഭാവിരുദ്ധ സംഘടനയായ അൽമായ മുന്നേറ്റത്തോടൊപ്പം ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേരെ കുപ്പിയെറിയാൻ പോയ വിമത വൈദികരെയോ അവരുടെ സഭാവിരുദ്ധ സമ്മേളനങ്ങളിൽ സ്ഥിരം പങ്കെടുക്കാൻ പോകുന്ന ഫാദർ മുണ്ടാടൻ അടക്കമുള്ള വിമത വൈദികരെയോ ചാനലുകളിൽ സഭാ വക്താവ് എന്ന വ്യാജ പേരിൽ സഭയ്ക്കെതിരെ തന്നെ സംസാരിക്കാനും ജിഹാദികളുടെ തീവ്രവാദ സമ്മേളനങ്ങളിലും പങ്കെടുക്കാനും പോകുന്ന ഫാദർ പോൾ തേലക്കാടനെയോ ശാസിക്കുകയോ വിലക്കുകയോ ചെയ്യാത്ത മെത്രാന്മാർ സഭയോട് ചേർന്ന് നിൽക്കുകയും മാർപ്പാപ്പയെ അനുസരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ സഭാ അനുകൂല മീറ്റിംഗിൽ പ്രസംഗിക്കാൻ വരുന്നതിൽ ഫാദർ ജോസ് മണിപ്പറമ്പിൽ അച്ഛനെ മെത്രാന്മാർ വിലക്കിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു സംശയം. മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാന്മാർക്ക് അനുസരണയുള്ള വൈദികരെ വിലക്കുകയും പുറത്താക്കുകയും അവരെ പീഡിപ്പിക്കുകയും അൾത്താരയിൽ ബലിപീഠത്തിൽ വെച്ച് അവരെ ആക്രമിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിൽ എന്ത് ന്യായമാണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? വിശുദ്ധ കുർബാന ലഭിക്കാതെയും വിമതരാൽ ആക്രമിക്കപ്പെടുകയും വിഷമിക്കുന്ന സത്യവിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന വൈദികർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്ത് അടിസ്ഥാനത്തിൽ എന്ന് പൊളി കണ്ണൂക്കാടൻ മെത്രാൻ വിശദമാക്കണം. വിമതനല്ലാത്ത ഒരു മെത്രാൻ സീറോ മലബാർ സഭാ സിനഡിൽ നിരീശ്വരവാദികളുടെ സംഘടനയായ അൽമായ മുന്നേറ്റത്തിനെ അനുസരിക്കുക എന്നതല്ലാതെ മെത്രാന്മാരുടെ ദൈവവിളി ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മങ്ങാട്ട് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി മെത്രാനും ചേർന്ന് ആഴ്ചതോറും ജനാഭിമുഖം ബസിലിക്കയെ നടപ്പിലാക്കാൻ വേണ്ടി അഡ്വാൻസ് പെറ്റീഷൻ കോടതിയിൽ കൊടുക്കുന്നുണ്ടല്ലോ. ആഴ്ചതോറും കോടതി അത് തള്ളുന്നുമുണ്ട്. പള്ളിയിലെ കാശ് ഇതുപോലെ ദൂർത്തടിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അൽമായ മുന്നേറ്റത്തിന്റെ ആവശ്യപ്രകാരം മെത്രാന്മാർ ഉണ്ടാക്കിയ ഉഡായിപ്പ് സമവായത്തിന്റെ ദൈവശാസ്ത്രം എന്താണ് എന്ന് ഏതെങ്കിലും മെത്രാന്മാർക്ക് വിശദമാക്കാൻ ഒന്ന് പറ്റുമോ? അനുദപിക്കാൻ തയ്യാറല്ലാത്ത 99% ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന 1% പുറകെ പോകുമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മെത്രാന്മാരായ നിങ്ങളോ? നിങ്ങൾ സത്യവിശ്വാസികൾ എണ്ണത്തിൽ കുറവാണ് എന്ന് പറഞ്ഞ് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും കർത്താവിനെയും വിശുദ്ധ കുർബാനയും അവഹേളിച്ച് നടക്കുന്ന ദൈവചിന്ത ഇല്ലാത്ത സുഖലോലുപതിയിലും ആഡംബരത്വത്തിലും മദ്യാസക്തിയിലും ജീവിക്കുന്ന അനുദപിക്കാൻ കൂട്ടാക്കാത്ത മർക്കടമുഷ്ടിക്കാരായ 99% പുറകെയാണ് നിങ്ങൾ മെത്രാന്മാർ പോകുന്നത്. എന്തുകൊണ്ടാണ് എന്നാൽ നിങ്ങളും അവരെ പോലെ മാനസാന്തരം ഇല്ലാത്തവരും ദൈവചിന്ത ഇല്ലാത്തവരും സ്വന്തം വിളിമറന്ന് ജീവിക്കുന്നവരും തന്നെയാണ്. മെത്രാന്മാരെ സഭാവിരുദ്ധരോട് കൈകോർത്ത് ദൈവജനത്തിന് നേരെ നിങ്ങൾ നടത്തുന്ന ഈ മർദ്ദനത്തിന് നീതിവിധിയാളനായ കർത്താവ് അറുതി വരുത്തി സത്യവിശ്വാസികൾക്ക് എത്രയും പെട്ടെന്ന് കർത്താവ് തന്നെ നീതി നടത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.